Good morning all. Today we discuss about Aloe Socotrina. We know Aloe Socotrina, Socotrin aloes. It is family Liliaceae. It is proved by Helbig in 1833. And aloe is one of the oldest and most famous drugs, and it is in worldwide use as purgatives at the present day. An excellent remedy to aid in re-establishing physiological equilibrium after much dosing, where disease and drug symptoms are much mixed. അത് ബോറിക്ക് പറഞ്ഞാണ് നമുക്ക് ഡ്രഗ്സിൻ്റെ മച്ച് ഡോസിങ് കാരണം നമ്മുടെ ഫിസിയോളജിക്കൽ ഇക്വിലിബ്രിയം നമുക്കത് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോസോക്കോട്ടിൻ ഈസ് എ എക്സലൻറ്റ് റെമഡി എന്ന് പറയുന്നത് ആൻഡ് ഹാസ് ബീൻ യൂസ്ഡ് സക്സസ്ഫുള്ളി ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് കൺസപ്ഷൻ ബൈ ഗിവിങ് ദ പ്യുവർ ജ്യൂസ്. അതിൻ്റെ ആ പ്യുവർ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് ടി ബിക്ക് സക്സസ്ഫുൾ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചൗധരി പറയുന്നതാണ് ടു റൈറ്റ് എ മെറ്റീരിയ മെഡിക്ക വിത്തൗട്ട് അലോസ് ഈസ് ടു റൈറ്റ് എ നോവൽ വിത്തൗട്ട് എ ഹീറോ. അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗാണ് അലോസ് എന്നുള്ളതാണ്. അലോ ഹാസ് ദ ആൻറ്റിസോറിക് പ്രോപ്പർട്ടി ഓഫ് ത്രോയിങ് ഔട്ട് ഇൻറ്റേർണൽ കംപ്ലൈൻസ് ടു ദ സ്കിൻ. അലോനെ ആക്ട് ചെയ്യുന്നത് അലോ ആക്ട് പ്രിഡോമിനൻ്റ്ലി അപ്പോൺ ദ ലിവർ അഫക്ഷൻ ആണ് ഇതിൽ മെയിനായിട്ട് വരിക. ഗിവിങ് റൈസ് ടു പോർട്ടൽ കൺജക്ഷൻ ആൻഡ് ഗ്രേറ്റ്ലി ഇൻക്രീസിങ് ദ സെക്രീഷൻ ഓഫ് ബൈൽ. ലിവറിൽ മെയിനായിട്ട് ആക്ട് ചെയ്യുന്നു ആൻഡ് ഇറ്റ് കോസസ് ദ പോർട്ടൽ കൺജക്ഷൻ. പോർട്ടൽ കൺജക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അലോസ് and it affects the muscular portion of the large intestine and also the rectum, and it later causes intense congestion resulting in hemorrhoid. അപ്പോൾ ഈ ഒരു കൺജഷൻ അതിൻ്റെ ഒരു മാർക്കഡ് ഫീച്ചറായിട്ട് റക്റ്റത്തിലുള്ള ആക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ വെയിൻസിനെ അഫക്റ്റ് ചെയ്തിട്ട് ഇറ്റ് കോസസ് വെയിനിൽ കൺജക്ഷൻ വരുന്നു ആൻഡ് ഇറ്റ് കോസസ് ഹെമറോയിഡ്സ്. ഇൻറ്റൻസ് കൺജഷൻ റിസൾട്ടിങ് ഹെമറോയിഡ്സ് ആൻഡ് ഓൾസോ ഇൻവോൾവിങ് ഫീമെയിൽ ജനറേറ്റീവ് ഓർഗൻസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഹെമറേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു പ്രോപ്പർട്ടിയുണ്ട്. ദ ആക്ഷൻ അപ്പോൺ ദ റക്റ്റം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് റക്റ്റത്തിലുള്ള ആക്ഷനാണ്. നെക്സ്റ്റ് സ്ഫിയർ ഓഫ് ആക്ഷൻ വേർ ഇറ്റ് ആക്ട്സ് മെയിൻലി ഇറ്റ് ആക്ട്സ് അപ്പോൺ അബ്ഡമിനൽ വെയിൻസ്. നമ്മൾ പറഞ്ഞു ഇറ്റ് കോസസ് വീനസ് കൺജക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അബ്ഡമിനൽ വെയിൻസ് ആണ്. അതുപോലെ തന്നെ റക്റ്റം ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് സ്ഫിയർ. റക്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലിവറിൽ ആക്ഷൻ ഉണ്ട്. കൊളോൺ, പെൽവിസ്, അതുപോലെ തന്നെ ലംബാർ റീജിയൻ ലംബാഗോ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലംബാർ റീജിയൻ. പിന്നെ ഹെഡിൽ ഹെഡേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഫീമെയിൽ ഓർഗൻസ്. അപ്പോൾ ഇത്രയാണ് ബോഗർ പറയുന്ന സ്ഫിയർ ഓഫ് ആക്ഷൻസ് മെയിനായിട്ട്. അബ്ഡമിനൽ വെയിൻസ് ദാറ്റ് ഇസ് പ്രൊഡ്യൂസിങ് പോർട്ടൽ കൺജഷൻ ആൻഡ് ഇറ്റ് എസ്പെഷ്യലി ഇറ്റ്സ് ആൻ ആക്ട്സ് അപ്പോൺ ദ റക്റ്റം. അതുപോലെ തന്നെ ലിവർ, ലംബാർ റീജിയൻ, ഹെഡ് ആൻഡ് ഫീമെയിൽ ഓർഗൻസ്. പിന്നെ ക്ലാർക്ക് പഠിക്കുന്ന സജഷൻസ് ആണ് ക്ലിനിക്കൽ കണ്ടീഷൻസിൽ നമ്മൾ മെയിനായിട്ട് ഇത് കൊടുക്കുന്നത്. അബ്ഡമിനൽ പ്ലത്തോറയിൽ കൊടുക്കുന്നു. പിന്നെ തന്നെ ഡയറിയ, ഡിസെൻട്രി, ഹെമറോയിഡ്സ് അതുപോലത്തെ കണ്ടീഷൻസിലൊക്കെ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു തൈസിസിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ട്യൂബർക്കുലോസിന് കൊടുക്കാം. പിന്നെ തന്നെ പ്രൊലാപ്സിന് കൊടുക്കാം, യൂട്രൈൻ പ്രൊലാപ്സിന് കൊടുക്കാം, പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻറ്റിന് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സാക്രപ്പൽ പെയിനിന് കൊടുക്കാം, ലംബാഗോ പെയിനിന് കൊടുക്കാം. അതുപോലെ തന്നെ കോളിക്കി പെയിൻ, അബ്ഡമിനൽ കോളിക്കി പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, ഡിസെൻട്രി ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഹിസ്റ്റീരിയ പറയുന്നുണ്ട്. ഹിസ്റ്റീരിയ ഓൾസോ റണ്ണിങ് ദ മെൻ്റൽ ഫീച്ചേഴ്സ്. ഇനി നെക്സ്റ്റ് കൊസേഷൻസ് ആണ് പറയുന്നത്. കൊസേഷൻ മെയിൻലി ഇറ്റ് ഫ്രം സെഡൻറ്ററി ലൈഫ്. ഈ അലോസ് കുറച്ചുകൂടെ ഒരു സെഡൻറ്ററി ലൈഫ് ലീഡ് ചെയ്യുന്ന പേഴ്സൺസ് ആയിരിക്കും. അപ്പോൾ സെഡൻറ്ററി ലൈഫാണ്. അപ്പോൾ ഒരു സ്റ്റാഗ്നേഷൻ അതല്ലെങ്കിൽ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാസിസ് വരുന്നുണ്ട്. അപ്പോൾ ഈ സെഡൻറ്ററി ലൈഫ് ഈസ് എ കൊസേഷൻ. അതുപോലെ തന്നെ ഓയിസ്റ്റേഴ്സ് നിന്ന് ഡയറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ലൈക്കോപ്പൊടി നമുക്കറിയാം, ഓയിസ്റ്റേഴ്സ് കോസിൻ ഡയറിയ. അതുപോലെ തന്നെ ഒരു റെമഡിയാണ് അലോസ്. ദാറ്റ് ഇൻ ഇറ്റ് ആൾസോ ഇറ്റ് കോസസ് ഓയിസ്റ്റേഴ്സ് കോസ് ഡയറിയ. പിന്നെ നമ്മൾ പറഞ്ഞു പോർട്ടൽ കൺജഷൻ ആണ് അതിൻ്റെ ഒരു മെയിൻ ഫീച്ചറായിട്ട് സിംറ്റംറ്റോളജിക്ക് കോസേഷൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇൻസഫിഷ്യൻറ്റ് സ്റ്റൂൾ ഇൻസഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് മെൻ്റൽ ഫീച്ചേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹെഡ് ഏക്ക് ആണെങ്കിലും ഇറ്റ് ഇസ് ഫ്രം ദ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് സ്റ്റൂൾ കാരണമാണ്. ആൻഡ് ഇറ്റ് ഇസ് ബെറ്റർ ബൈ സ്റ്റൂളാണ്. ഇറ്റ് ഇസ് ബെറ്റർ ബൈ സ്റ്റൂൾ. Next talk about their constitution. They especially suited to women of relaxed and phlegmatic habit ഉള്ള വുമൻസിന് എസ്പെഷ്യലി suited ആണ്. അതുപോലെ തന്നെ ലിംഫാറ്റിക് ആൻഡ് ഹൈപ്പോകോൺട്രിയാക്കൽ പേഷ്യൻസ്, ടു ഓൾഡ് പീപ്പിൾ, പേഴ്സൺസ് ലീഡിങ് സെഡൻറ്ററി ലൈഫ് സെഡൻറ്ററി ലൈഫ് ലീഡ് ചെയ്യുന്ന ഓൾഡ് പീപ്പിളിനും വുമണിനും ഏത് പീപ്പിളിനും ആക്ട് ചെയ്യുന്ന റെമഡിയാണ് അലോസ്. പിന്നെ ദേ ഹാവ് ബിലിയസ് ടെമ്പറമെന്റ്. നമ്മൾ പറഞ്ഞു ലിവർ അഫക്ഷൻ ആണ്. And it is a bilious temperament and miasm sorrow. It is a great antisoric
Aloes is a deep antisoric remedy. ഇനി മെൻ്റൽ ജനറൽസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഡിസാറ്റിസ്ഫൈഡ് ആൻഡ് ആംഗ്രി അബൌട്ട് ഹിംസെൽഫ് ആണ് ഓർ ടു ഹിസ് കംപ്ലയിൻസ് എസ്പെഷ്യലി വെൻ കോൺസ്റ്റിപ്പേറ്റഡ്. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ഇസ് എ പോസിറ്റീവ് ഇതാണ്. മെൻ്റൽ ഫീച്ചേഴ്സ് ആണെങ്കിലും അവരുടെ ഫിസിക്കലായിട്ടുള്ള എലിമെൻറ്റ്സ് ആണെങ്കിലും ഒരു കൊസേഷനായിട്ട് കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ട് റൺ ചെയ്യുന്ന റെമഡിയാണ് അലോസ്. ഹാപ്പി വെൻ കോൺസ്റ്റിപ്പേറ്റഡ് എന്ന് പറയുന്നതാണ് കൽക്കേരിയ കാർബ്. ഇവിടെ ദേ ആർ ഡിസ്റ്റർബ്ഡ് ആണ്, ദേ ഡിസ്റ്റർബ് ഫ്രം കോൺസ്റ്റിപ്പേഷൻ ആണ്. അപ്പോൾ അവർ ഡിസാറ്റിസ്ഫൈഡ് ആൻഡ് ആംഗ്രി അബൌട്ട് ഹിംസെൽഫ് ഓർ ഹിസ് കംപ്ലയിൻസ് എസ്പെഷ്യലി വെൻ കോൺസ്റ്റിപ്പേറ്റഡ് എന്ന് പറയുന്നത് അലോസ് ആണ്. ആൻഡ് ദേ ഹാവ് നമ്മൾ പറഞ്ഞ ഒരു ഫ്ലഗ്മാറ്റിക് ഹാബിറ്റ് ആണ്, ഫ്ലഗ്മാറ്റിക് ലീഡിങ് റെമഡീസ് ആണ്, സെഡൻഡറി ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ദേ ആർ ഹാവിങ് എ ഡിസ്ഇൻക്ലിനേഷൻ ടു മെൻ്റൽ ലേബർ. മെൻ്റൽ ലേബറിനോട് ഒരു ഡിസ്ഇൻക്ലിനേഷൻ ആണ് അവർക്കുള്ളത്. ആൻഡ് ഷീ വുഡ് ഡൈ ഇൻ എ വീക്ക്. അത് ഹെറിങ് പറയുന്ന സിംറ്റമാണ്. അതായത് ഹിസ്റ്റീരിയ ഒക്കെ ഉള്ള സമയത്ത് ഷീ വുഡ് ഡൈ ഇൻ എ വീക്ക്. അപ്പോൾ മരിച്ചു പോകും എന്നുള്ളൊരു സെൻസേഷൻ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ അവർക്ക് കോളിക്കി പെയിൻ ഉണ്ടാകുന്ന സമയത്ത് ലൈഫ് ഇസ് എ ബേർഡൻ, അതൊരു മെൻ്റൽ ഫീച്ചേഴ്സ് ആയിട്ട് ഹെറിങ് പറയുന്നതാണ്. ലൈഫ് ഇസ് എ ബേർഡൻ വൈൽ ഇൻ കോളിക് കണ്ടീഷനിൽ അവർക്കൊരു ലൈഫ് ഇസ് എ ബേർഡൻ എന്നുള്ളൊരു മെൻ്റൽ സിംറ്റംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിസ്ഇൻക്ലൈൻസ് ടു മൂവ്, നമ്മൾ പറഞ്ഞു ദേ ഹാവ് എ സെഡൻഡറി ലൈഫ്, ദേ ഹാവ് എ ഫ്ലഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഫ്ലഗ്മാറ്റിക് ഒക്കെ ആയതുകൊണ്ട് ഡിസ്ഇൻക്ലൈൻ ടു മൂവ് ആണ്, മൂവ് ചെയ്യാൻ ഡിസ്ഇൻക്ലിനേഷൻ ആണ്. ആൻഡ് ലൈഫ് ഇസ് എ ബേർഡൻ, ഷീ നോസ് ഷീ വുഡ് ഡൈ ഇൻ എ വീക്ക്. അപ്പോൾ തന്നെ മെൻ്റൽ ലേബർ, ഡിസ്ഇൻക്ലിനേഷൻ ഫോർ മെൻ്റൽ ലേബർ. അപ്പോൾ തന്നെ ഡിസാറ്റിസ്ഫൈഡ് ആൻഡ് ആംഗ്രി അബൌട്ട് ഹിംസെൽഫ് ഓർ ഹിസ് കംപ്ലയിൻസ് എസ്പെഷ്യലി വെൻ കോൺസ്റ്റിപ്പേറ്റഡ്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ മെൻ്റൽ ജനറൽസ്. നെക്സ്റ്റ് അബൌട്ട് ഫിസിക്കൽ ജനറൽസ്. ഫിസിക്കൽ ജനറൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ട് അപ്പോൺ ദ മ്യൂക്കസ് മെംബ്രെയിൻ. മ്യൂക്കസ് മെംബ്രെയിൻ GIT-യിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻ എവരിവെയർ ഇറ്റ് ആക്ട്സ് ആൻഡ് ഇറ്റ് കോസസ് ദ പ്രൊഡക്ഷൻ ഓഫ് മ്യൂക്കസ് ഇൻ ജെല്ലി ലൈക്ക് ലംസ് ഫ്രം ദ ത്രോട്ട് ഓർ റെക്ടം. ത്രോട്ടിൽ നിന്നായിക്കോട്ടെ റെക്ടത്തിൽ നിന്നായിക്കോട്ടെ എവിടെയാണെങ്കിലും ദേ ആർ സെക്രീഷൻസ് ആർ ലൈക്ക് എ ജെല്ലി ലൈക്ക്. നമുക്ക് അലോവേരൻ്റെ ജെല്ല് നമുക്ക് നോക്കാം അല്ലെ, അലോവേരൻ്റെ ഉള്ളിലുള്ള ആ ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് അല്ലെ, അതിൻ്റെ ഉള്ള കണ്ടന്റ് ജെല്ലി ലൈക്ക് കൺസിസ്റ്റൻസി. അപ്പോൾ അതുപോലത്തെ ഡിസ്ചാർജ് ആയിരിക്കും അവിടെ ത്രോട്ടിൽ നിന്നാണെങ്കിലും റക്റ്റത്തിൽ നിന്നാണെങ്കിലും എവരിവെയർ ഇറ്റ് ഫൗണ്ട് ടു ബി എ ജെല്ലി ലൈക്ക് നേച്ചർ. ആ ഒരു ഡിസ്ചാർജ് ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ദേ ഹാവ് എ ഹോട്ട് പേഷ്യൻ ആൻഡ് ഡിസേഴ്സ് ബിയർ ആപ്പിൾ സാൾട്ടഡ് തിങ് ഒക്കെ ഡിസയർ ആണ്. ആൻഡ് ദേ കനോട്ട് ഗെറ്റ് ടു സ്ലീപ്പ് ഫോർ എ ലോങ് ടൈം ബിക്കോസ് ഓഫ് ദ ഫെറ്റീഗ് ആൻഡ് ക്രൗഡഡ് തോട്ട്സ് മേക്ക് ഹിം ഡിസീസ്. പിന്നെ നെക്സ്റ്റ് നമ്മൾക്ക് ഇതിലുള്ള പെർട്ടിക്കുലേഴ്സിലോട്ട് പോകാം. പെർട്ടിക്കുലേഴ്സിൽ ഹെഡ് പറഞ്ഞു, നമ്മൾ പറഞ്ഞു ഹെഡ് ഏക്ക് പറഞ്ഞു, ലെമൺ കോൺസ്റ്റിപ്പേറ്റഡ് ഇൻസഫിഷ്യൻറ്റ് സ്റ്റൂൾ ഉള്ള സമയത്ത് അവർക്ക് മെയിൻലി കോസ് ചെയ്യുന്ന ഒരു സിംറ്റമാണ് ഹെഡ് ഏക്ക്. അപ്പോൾ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അക്രോസ് ദ ഫോർഹെഡ് ആണ്. ഫോർഹെഡിന് അക്രോസ് ആയിട്ടായിരിക്കും അവർക്ക് ഹെഡ് ഏക്ക് ഉണ്ടാവുക. ഇറ്റ് ഇസ് അഗ്രവേറ്റഡ് ബൈ എവറി ഫുഡ് സ്റ്റെപ്പ് ദാറ്റ് അഗ്രവേറ്റഡ് വിത്ത് ഹെവിനെസ് ഓഫ് ഐസ് ആൻഡ് നോഷ്യ. അതിൻ്റെ അക്കമ്പനി ചെയ്തിട്ട് അവർക്ക് ഐസിലൊരു ഹെവിനെസ് ഉണ്ടാവും, അതിൽ തന്നെ നോഷ്യ ഉണ്ടാവും. ആൻഡ് വേഴ്സ് ഫ്രം ഹീറ്റ്, അവർക്ക് ഹീറ്റ് അഗ്രവേഷൻ ആണ്. ആൻഡ് ദ ബെറ്റർ ഫ്രം കോൾഡ് അപ്ലിക്കേഷൻ. പിന്നെ ഈ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൾട്ടർനേറ്റീവ് വിത്ത് ലംബാഗോ. അത് ഹെഡ് ഏക്കും ലംബാഗോവും അൾട്ടർനേറ്റ് ചെയ്യും. അത് തന്നെ ഹെഡ് ഏക്ക് ഇസ് മെയിൻലി ഫ്രം ആഫ്റ്റർ ഇൻസഫിഷ്യൻറ്റ് സ്റ്റൂൾ. ഇൻസഫിഷ്യൻറ്റ് സ്റ്റൂൾ ഫോളോ ചെയ്തിട്ടാണ് ഈ ഹെഡ് ഏക്ക് അധികം കോസ് ചെയ്യുക. അപ്പോൾ ഫോർ ഹെഡിലുള്ളാവുന്ന ഹെഡ് ഏക്ക് ആണ്. ഇറ്റ് ഈസ് ബെറ്റർ ബൈ കോൾഡ് അപ്ലിക്കേഷൻ ആണ്. കോൾഡ് അപ്ലിക്കേഷൻ ആണ്. ഇറ്റ് ഇസ് ഒരു ജനറൽ മൊഡാലിറ്റി ആണ്. ഇറ്റ് ഇസ് എ അപ്ലിക്കേഷൻ, കോൾഡ് അപ്ലിക്കേഷൻ അമ്ലോറേഷൻ എന്ന് പറയുന്നത്. Carol Denham cured a heavy frontal incapacitating headache in an old man occurring in winter season, an alternative with the diarrhea which occurred in summer when he was free from headache. അപ്പോൾ വിൻ്റർ സീസണിൽ ഹെഡേക്കും സമ്മർ സീസണിൽ ഡയറിയയുമായിട്ട് ആൾട്ടർനേറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ കരോൾ ഡെൻഹാം ക്യൂർ ചെയ്ത കേസാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കറിയാം റക്ടം ഇസ് എ പ്രിൻസിപ്പൽ ആക്ടിങ് സൈറ്റ് എന്ന് പറയുന്നത് റക്ടമാണ്. അപ്പോൾ റക്തത്തിൽ ഹൗ ഇറ്റ് എഫക്റ്റ് ദ കൺജഷൻ ഓഫ് ദ പോട്ടസ്. നമ്മൾ പറഞ്ഞാൽ പോർട്ടൽ കൺജക്ഷൻ ആണ് അതിൻ്റെ മെയിൻ പത്തോളജി എന്ന് പറയുന്നത്. പോർട്ടൽ കൺജഷൻ അത് കോസ് ചെയ്യുന്നു. ആൻഡ് ഇസ് റെഫർ ടു അബൌവ് ഗീവ് ദം എ സെൻസേഷൻ ഓഫ് കോൺസ്റ്റന്റ് ഫുൾനെസ് ആൻഡ് ഹെവിനെസ് ഇൻ അബ്ഡമൻ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അലോസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് എ ഫുൾനെസ് സെൻസേഷൻ. എപ്പോഴും ഒരു ഫുൾനെസ് സെൻസേഷനാണ്. എ കോൺസ്റ്റന്റ് ഫുൾനെസ് ആൻഡ് ഹെവിനെസ് ഇൻ അബ്ഡമൻ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഇതുപോലെ എസ്ക്യുലസിനൊക്കെ പോലെ, എസ്ക്യുലസിനും അതുപോലെ തന്നെ ഒരു ഫുൾനെസ് ആൻഡ് ഹെവിനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഹെമറോയിഡ്സിനുള്ള റെമഡിയാണ് എസ്ക്യുലസ്. ഇത് സാധാരണ ബ്ലൈൻഡ് ഹെമറോയിഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അവരുടെ ഹെമറോയിഡ്സ് അസോസിയേറ്റ് വിത്ത് ബാക്ക് ഏക്ക് നമ്മൾ പറയുന്നതാണ് എസ്കുലസ്. അപ്പോൾ എസ്കുലസിലും എൻകോച്ച്മെൻറ്റ് ഓഫ് വെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദാറ്റ് കോസിങ് സ്റ്റിഫ്നെസ് ആൻഡ് ഫുൾനെസ്. അപ്പോൾ അതുപോലെയാണ് അലോസിൽ ഈ സെൻസേഷൻ ഓഫ് ഫുൾനെസ് ആൻഡ് കോൺസ്റ്റന്റ് ഹെവിനെസ് ഫീലിംഗ് ഇൻ ദ അബ്ഡമൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് രക്തത്തിൽ നമ്മൾ ഡയറിയാണ്. ഏർലി മോർണിംഗ് ഡയറിയ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏർലി മോർണിംഗ് ഡയറിയക്ക് നമ്മൾ പറയുന്നതാണ് അലോസ്. അപ്പോൾ ഹാസ് ടു ഹറി ടു ക്ലോസ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ്, അല്ലെങ്കിൽ വിത്ത് വാണ്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ സ്പിൻഡർ ഏനെ ഡ്രൈവിംഗ് ഔട്ട് ഓഫ് ബെഡ് ഏർലി ഇൻ ദ മോർണിംഗ് എന്നൊക്കെ പറയുന്നതാണ്. അതായത് അവർ എണീറ്റ് പാടെ അവർക്ക് ഡ്രൈവിംഗ് ഔട്ട് ഓഫ് ബെഡാണ്. ആൻഡ് ദ വാണ്ട് ഓഫ് കോൺഫിഡൻസ്, ഒരു കോൺഫിഡൻസ് കുറവാണ് അവർക്ക് ഫീൽ ചെയ്യുക. വാണ്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ ദ സ്പിൻഡർ ഏനി. അപ്പോൾ ഏർലി മോർണിംഗ് ഡയറിക്ക് നമ്മൾ മറ്റു റെമഡീസ് നമ്മൾ പറയുന്നത് നാട്രൽ സൾഫ് ഉണ്ട്, തൂജയുണ്ട്, സൾഫർ ഉണ്ട്, സോറിൻ ഉണ്ട്, റൂമെക്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് റെമഡീസ് ഏർലി മോർണിംഗ് ഡയറി നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ ഏർലി മോർണിംഗ് ഡയറിയിൽ അലോസിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഇറ്റ് ഇസ് ഏർലി മോർണിംഗ് ഡയറിയ ആൻഡ് ദേ ഡ്രൈസ് ഔട്ട് ഓഫ് ബെഡ് ആൻഡ് വിച്ച് ഇസ് മെയിൻലി ബൈ ദ want of confidence. അവർ സ്ഫിൻറ്റർ ഏനിൽ want of confidence അവർക്ക് ഫീൽ ചെയ്യും. ആൻഡ് they think about the dress will spoil out അല്ലേ, അങ്ങനെ ആൻഡ് സംടൈം ഇറ്റ് is spoil out എന്നുള്ളതാണ്. ആൻഡ് ഡയറിയ ഹാസ് ടു ഹറി ടു ക്ലോസ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ് അവർക്ക് എന്തായിരിക്കും ഹറി ചെയ്യേണ്ടി വരും. ആൻഡ് ഗ്രേറ്റ് ഫീലിംഗ് ഓഫ് വീക്ക്നെസ് ആൻഡ് ലോസ് ഓഫ് പവർ ഓഫ് സ്പിൻറ്റർ ഏനിയാണ്. ദ urging for stool is great. He runs for the bathroom, but unfortunately, even before he gets to it, his clothes are all soiled. അപ്പോൾ അവരുടെ ഡ്രസ്സിലാവുന്നതാണ്. അപ്പോൾ ആ ഒരു വാണ്ട് ഓഫ് കോൺഫിഡൻസ് അവരുടെ മൈൻഡിൽ ഉണ്ടെന്ന് മാത്രമല്ല, ദറ്റ് വിൽ ലോസ് ദ കപ്പാസിറ്റി അല്ലേ, ആ കപ്പാസിറ്റി ലോസ് ചെയ്തിട്ട് അത് സോയിൽ ചെയ്യപ്പെടും. അപ്പോൾ ആ ലോസ് ഓഫ് പവർ ഓഫ് സ്പിൻറ്റർ ഏനിയാണ്. ആൻഡ് ദേ ഹാവ് ദ വാണ്ട് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ദർ ഇസ് എ ലോസ് ഓഫ് പവർ ഓഫ് സ്പിൻറ്റർ ഏനി ഓൾസോ. അവ രണ്ടും കൊറിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ദിസ് ലീഡ്സ് ടു എ സെൻസേഷൻ ഓഫ് ഇൻസെക്യൂരിറ്റി ഇൻ ദ റെക്ടം. അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ. ദേ ഹാവ് ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ഇൻ റെക്ടം. റെക്ടത്തിലൊരു ഇൻസെക്യൂരിറ്റിയാണ്. അല്ലേ, ആ ഒരു സ്റ്റൂള് അത് എപ്പോൾ വേണമെങ്കിലും പോവാന്നുള്ളതാണ്. കാരണം ദേ ഹാവ് എ കൗണ്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ ദ സ്പിൻജറേനി, അല്ലെങ്കിൽ ലോസ് ഓഫ് പവർ ഓഫ് ദ സ്പിൻജറേനി. അപ്പോൾ ദ സ്റ്റൂൾ വിൽ ഇൻവോൾണ്ടറി പാസസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ട്. ദേ ഹാവ് എ ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ഇൻ ദ റെക്ടം. റെക്ടത്തിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ആൻഡ് ദ വാണ്ട് ഓഫ് പവർ ഓഫ് സ്പിൻറ്റർ ഏനി ആൻഡ് ലോസ് ഓഫ് പവർ ഓഫ് സ്പിൻറ്റർ ഏനി. ആൻഡ് വെൻ പാസിങ് ഫ്ലാറ്റസ്, അപ്പോൾ ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഫ്ലാറ്റസ് പാസ് ചെയ്യുമ്പോൾ വരെ സെൻസേഷൻ ആസ് സ്റ്റൂൾ വുഡ് പാസ് വിത്ത് ഇറ്റ്, അതിൻ്റെ കൂടെ സ്റ്റൂളും കൂടെ പാസ് ചെയ്യുന്നുള്ളൊരു സെൻസേഷനാണ്. ആൻഡ് ദേ ആർ അഫ്രൈഡ് ടു പാസ് ഫ്ലാറ്റസ് ഫോർ ഫിയർ സ്റ്റൂൾ വിൽ എസ്കേപ്പ്. അപ്പോൾ ആ ഒരു പേടിയാണ് വരിക. ദേ ആർ അഫ്രൈഡ് ടു പാസ് ഫ്ലാറ്റസ് ആണ്. കാരണം ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവർക്കുള്ളത് കൊണ്ട് തന്നെ ഈ ഫ്ലാറ്റസ് പാസ് ചെയ്യുന്ന അതിനോട് കൂടെ സ്റ്റൂളും കൂടെ പാസ് ചെയ്യുന്നുള്ള ഫീലിംഗ്. ദേ ആർ അഫ്രൈഡ് ടു പാസ് ഫ്ലാറ്റസ്. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യാൻ അവർക്ക് പേടിയാണെന്ന് പറയും. കാരണം ദർ ആൾസോ എ കമ്മ്യൂണിമെന്റ് ഓഫ് സ്റ്റൂൾ. അപ്പോൾ മ്യൂറാറ്റിക് ആസിഡിലൊക്കെ പറയുന്ന സിംറ്റമാണത്. ഇൻവോളണ്ടറി ആയിട്ട് സ്റ്റൂൾ പാസ് ചെയ്യും വെൻ അറ്റംപ്റ്റ് വെൻ സ്ട്രെയിൻ ഫോർ എ യൂറിൻ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റൂൾ അറിയാതെ പോയി പോവുക. അപ്പോൾ അതുപോലെയാണ് ദേ ആർ അഫ്രൈഡ് ടു പാസ് ഫ്ലാറ്റസ് ഫോർ ഫിയർ ഓഫ് സ്റ്റൂൾ വിൽ എസ്കേപ്പ്. ദാറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻസെക്യൂരിറ്റി ഇൻ ദെയർ റെക്ടം. പിന്നെ അതിൽ പറയുന്നതാണ് പൾസേഷൻ ഇൻ റെക്ടം. റെക്ടത്തിൽ ഒരു പൾസേഷൻ ഫീലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സെൻസേഷൻ ഓഫ് എ പ്ലഗ് ബിറ്റ്വീൻ സിംഫൈസിസ് ഫിബിസ് ആൻഡ് ഓക്സിജിസിൻ്റെ ഇടയിലൊരു പ്ലഗ് ഉള്ള പോലത്തെ സെൻസേഷനും. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡയറിയ ഫ്രം ഈറ്റിംഗ് ഓയിസ്റ്റർ. നമ്മളൊരു കൊസേഷൻ ആയിട്ട് നമ്മൾ ഓയിസ്റ്റർ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ലൈക്കോപ്പൊടിയത്തിലാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ ഓയിസ്റ്റർ അഗ്രവേഷൻ എന്ന് പറയുന്നത് അലോസിലുണ്ട്. ഡയറിയ ഫ്രം ഈറ്റിംഗ് ഓയിസ്റ്റേഴ്സ് ഔട്ട് ഓഫ് സീസൺ എന്ന് പറയുന്നത് കെൻറ്റ് പറയുന്നതാണ്. ഔട്ട് ഓഫ് സീസണിൽ ഓയിസ്റ്റേഴ്സ് കഴിക്കുമ്പോൾ ഡയറിയ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ പോയ്സൺ ഫ്രം ഓയിസ്റ്റർ ഇൻ സീസൺ ആണെങ്കിൽ ദർ ഇസ് ലൈക്കോപ്പൊഡിയം ആൻഡ് ഔട്ട് ഓഫ് സീസൺ ആണ് അലോ ആണെന്നാണ് കെൻറ്റ് പറയുന്നത്. അപ്പോൾ കെൻറ്റ് പറയുന്നത് എല്ലാവർക്കും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കെൻറ്റ് ഇത് പറയുന്നത്. അത് തന്നെ ബട്ട് ദർ ഇസ് എ ട്രമൻഡസ് പോയ്സൺ എഫക്റ്റ്. അപ്പോൾ നമുക്കറിയാം ഈ പോയ്സൺ എഫക്റ്റ് എപ്പോഴും കൂടുന്നത് അബൌട്ട് ദ ഓയിസ്റ്റേഴ്സ് ഇൻ ദ ഹോട്ട് വെതർ ആൻഡ് ദ ബ്രീഡിംഗ് സീസൺ. ഇറ്റ്സ് എ ക്ലിയർ ഫാക്ട്. നമുക്കൊരു ഹോട്ട് സീസണിൽ അതുപോലെ തന്നെ ബ്രീഡിംഗ് സീസണിൽ ഇതിൻ്റെ സമയത്ത് തന്നെയാണ് ഇതിൻ്റെ ഒരു പോയ്സണിങ് നേച്ചർ, അതിൻ്റെ ഒരു എഫക്റ്റ് കൂടുതലുള്ളത് ഈ ഒരു സീസണിലാണ്. അപ്പോൾ ഇൻ സീസണിലാണ് ലൈക്കോപ്പൊഡിയം, ഔട്ട് ഓഫ് സീസൺ അല്ലോ എന്ന് പറയുമെങ്കിലും ഹോട്ട് വെതറിലുള്ള പോയ്സൺ എഫക്റ്റ് ആണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഇതിന് രണ്ടിനും കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ഓയിസ്റ്റർ കോസ് ചെയ്യുന്ന രണ്ടും അക്രവേറ്റ് ചെയ്യുന്ന റെമഡീസ് ആണ് ലൈക്കോപ്പൊഡിയും അലോയും. അപ്പോൾ ലൈക്കോപ്പൊഡിയത്തിൽ കൂടുതൽ നമുക്കറിയാം ഫ്ലാറ്റുലൻസ് ആണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞത്. ഫ്ലാറ്റുലൻസ് ആണ്, നോഷിയേറ്റ് ചെയ്യും. ദേ ഹാവ് എ നോഷിയേറ്റ് ഫീലിംഗ് ആയിരിക്കും. അതിന് ബ്ലോട്ടപ്പ് ചെയ്യും. ആൻഡ് ദേ പേർജ് ട്രമൻഡസ്ലി, വോമിറ്റ് എവറിത്തിങ് ഫോർ സെവറൽ ഡേ. വോമിറ്റ് ചെയ്യുകയും ചെയ്യും, പേർജ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ഓയിസ്റ്റേഴ്സ്. പിന്നെ അലോസിലാണെങ്കിൽ
they get sick, have a cholera like trouble from eating oysters in the hot season. ഒരു ഹോട്ട് സീസൺ ഒരു അഗ്രവേഷൻ ആണ്. അലോസിന് കോൾഡ് ആണ് അമ്യൂറേഷൻ. അപ്പോൾ ഹോട്ട് സീസൺ എന്ന് പറയുന്നത് അലോസിനെ സംബന്ധിച്ച് അഗ്രവേറ്റിംഗ് ഫാക്ടർ ആണ്. ഹോട്ട് സീസണിലാണ് ഓയിസ്റ്റേഴ്സിൻ്റെ പോയ്സൺ എഫക്റ്റ് കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു അങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് എ കോളർ ലൈക്ക് ട്രബിൾ ഫ്രം ഈറ്റിംഗ് ഓയിസ്റ്റേഴ്സ് ഇൻ ദ ഹോട്ട് സീസൺ ആൻഡ് അലോ ഇസ് ദ റെമഡി. And colic ആണെങ്കിൽ കട്ടിങ് ഗ്രിപ്പിംഗ് പെയിൻ റൈറ്റ് ലോവർ പോർഷൻ ഓഫ് അബ്ഡമൻ എക്സ്ക്രൂഷിയേറ്റിംഗ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് സ്റ്റേജ്. അപ്പോൾ ഈ കോളിക്കി പെയിൻ നമ്മൾ പറഞ്ഞു, ഈ കോളിക്കി പെയിൻ്റെ കൂടെയാണ് നമുക്ക് അവർക്കൊരു ആ ഒരു ബേർഡൻ, ലൈഫ് ഇസ് എ ബേർഡൻ മെൻ്റൽ സിംറ്റംസ് പറയുന്നത് ഈ കോളിക്കിൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ കോളിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അലോസിൻ്റെ കേസിൽ. അപ്പോൾ ഒരു ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ കഴിഞ്ഞ് വരുന്ന അതിന് ഫോളോ ചെയ്തിട്ടാണ് ഈ കോളിക്ക് പറയുന്നത്. ആൻഡ് ദ കോളിക് ഇസ് ലൈക്ക് എ കട്ടിങ് ഗ്രിപ്പിംഗ് പെയിൻ ഇൻ ദ റൈറ്റ് ലോവർ പോർഷൻ ഓഫ് അബ്ഡമൻ. ദറ്റ് ഈസ് വെരി എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആണ്, കട്ടിങ് ഗ്രിപ്പിംഗ് പെയിൻ ആണ്. ദറ്റ് ഈസ് ബിഫോർ ആൻഡ് സ്റ്റൂളിങ്, ബിഫോർ ആൻഡ് ഡ്യൂറിങ് സ്റ്റൂൾ ഈ ഒരു പെയിൻ ഉണ്ടാവും, കോളിക്കി പെയിൻ. ആൻഡ് ഓൾ ദ പെയിൻ സീസ് ആഫ്റ്റർ സ്റ്റൂൾ. ആഫ്റ്റർ സ്റ്റൂൾ അവർക്ക് അമ്യൂറേഷൻ ആണ് ഉള്ളതും, ആൻഡ് ബിഫോർ സ്റ്റൂൾ ആണ് അഗ്രവേഷൻ. ആൻഡ് ലീവിങ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആൻഡ് എക്സ്ട്രീം വീക്ക്നെസ്. അത് സീസ് ആഫ്റ്റർ സ്റ്റൂൾ ആണ്. അപ്പോൾ അവർക്ക് സ്റ്റൂൾ കഴിഞ്ഞതിന് ശേഷം ദേ ആർ ലീവിങ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആൻഡ് എക്സ്ട്രീം വീക്ക്നെസ്. നമ്മൾ പറഞ്ഞു അറ്റാക്ക് പ്രൊസീവ് ബൈ ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ ആണ്. ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ കഴിഞ്ഞിട്ടാണ് ഈ കോളിക്ക് പറയുന്നത്. അപ്പോൾ ഒബ്സ്റ്റിനേഷൻ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, അതിനുശേഷം അവർക്ക് കോളിക്കി പെയിൻ വരുന്നു. ബിഫോർ ആൻഡ് ഡ്യൂറിങ് സ്റ്റൂൾ കട്ടിങ് ഗ്രിപ്പിംഗ് പെയിൻ ഇൻ ദ റൈറ്റ് ലോവർ പോർഷൻ ഓഫ് അബ്ഡമൻ. അതിനുശേഷം ഈ ഒരു പെയിൻ, ഓൾ പെയിൻ ആണെന്ന് സ്റ്റൂൾ പോയി കഴിഞ്ഞാൽ പെയിൻ എല്ലാം സീസ് ചെയ്യും. ബട്ട് ദേ ഹാവിങ് ലീവിങ് എ പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആൻഡ് എക്സ്ട്രീം വീക്ക്നെസ്. അതിനുശേഷം സ്വെറ്റിംഗ് ഉണ്ടാവും, എക്സ്ട്രീം വീക്ക്നെസ് ഉണ്ടാവും. And the flatus is very offensive, burning, copious, much flatus with a small stool. ഒരു flatus വളരെ അധികമാണ് പറയുന്നത്. And burning nearness after passage of flatus is a burning. And it's നമ്മൾ പറഞ്ഞു അലോസ് നമ്മൾ കമ്പയർ എന്ന് പറയുമ്പോഴാണ് സൾഫർ. ഇറ്റ് ഇസ് വെരി റിലേറ്റഡ് ടു സൾഫർ ആണ്. അതിന് ബേൺ, ആ സൾഫറിൻ്റെ ബേൺ നേച്ചർ, സൾഫറിൻ്റെ മൊഡാലിറ്റീസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതെന്ന് പറഞ്ഞു ഹോട്ടാണ്, അങ്ങനെയെല്ലാം കോറിലേഷൻ ഉണ്ട്. അപ്പോൾ ബേണിംഗ് ഇൻ ഏനസ് ആഫ്റ്റർ പാസേജ് ഓഫ് ഫ്ലാറ്റസ്, സോൾഡ് സ്റ്റൂൾ ആൻഡ് മാസ് ഓഫ് മ്യൂക്കസ് പാസ് ഇൻവോൾണ്ടറി. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ ജെല്ലി ലൈക്ക് മ്യൂക്കസ് ഇതിലൂടെ ഈ സ്റ്റൂളിൻ്റെ കൂടെയും പാസ് ചെയ്യും. ആൻഡ് ഹഗ്രി ഡ്യൂറിങ് ഡയറിയ. നമ്മൾ പറഞ്ഞു ഈ ഡ്യൂറിയ ആഫ്റ്റർ സ്റ്റൂൾ പറഞ്ഞാൽ വെരി എക്സോസ്റ്റഡ് ആയിട്ട് മാറുന്നു, പ്രൊഫ്യൂസ് പെർസ്പിറേഷൻ. പിന്നെ ഇവരുടെ സ്റ്റൂളിൻ്റെ നേച്ചർ എങ്ങനെയാണ്? ഇറ്റ്സ് മോസ്റ്റ്ലി ട്രാൻസ്പെറൻറ്റ് ജെല്ലി ലൈക്ക് ആയിട്ടുള്ള മ്യൂക്കസ് ഈ സ്റ്റൂളിൻ്റെ കൂടെ ഉണ്ടാകും. ട്രാൻസ്പെറൻറ്റ് ജെല്ലി ലൈക്ക് ഇൻ ഡിസെൻട്രി ആൻഡ് യെല്ലോ സെമി ലിക്വിഡ് ഫീക്കൽ ഇൻ ഡയറിയ. ഡയറിയ ആണെങ്കിൽ ഒരു യെല്ലോ സെമി ലിക്വിഡ് ആയതാണ്. ഡിസെൻട്രിയിലാണെങ്കിൽ കുറച്ചുകൂടി ട്രാൻസ്പെറൻറ്റ് ജെല്ലി ലൈക്ക് മാസസ് പാസ് ചെയ്യും. അത് ലംബി വാട്ടറി സ്റ്റൂളാണ്. അതായത് ലംസ് ഉണ്ടാവും, അവർക്ക് വാട്ടറി പോർഷൻ ഉണ്ടാവും. അപ്പോൾ ലംസ് ഇൻ വാട്ടറി പോർഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ വേഴ്സ് വൈൽ വാക്കിംഗ് ഓർ സ്റ്റാൻഡിങ് ആണ് അവരുടെ മൊഡാലിറ്റി. ആൻഡ് ദാറ്റ്സ് ഫോളോഡ് ബൈ ഗ്രേറ്റ് പ്രോസ്ട്രേഷൻ ആൻഡ് ഫെയിൻറ്റിംഗ് സ്പെൽസ്. അപ്പോൾ ഒരു അപ്പോൾ ഈ ഒരു ലംബി സ്റ്റൂള് അതിൻ്റെ ലംബി വാട്ടറി സ്റ്റൂള്, ലംബി പോർഷൻസ് ഉണ്ടാവും, വാട്ടറി പാർട്ടുണ്ടാവും. അപ്പോൾ തന്നെ ജെല്ലി ലൈക്ക് ആയിട്ടുള്ള മ്യൂക്കസ് പാർട്ടുണ്ടാവും. പിന്നെ ഡയറിയയിലാണെങ്കിൽ യെല്ലോ സെമി ലിക്വിഡ് ആയിട്ടുള്ള ഫീക്കൽ മാറ്റർ. പിന്നെ ഡിസയർ ഫോർ സ്റ്റൂൾ ആഫ്റ്റർ ഈച്ച് മീൽ. അവർക്ക് മീലിന് ശേഷം സ്റ്റൂൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിസയർ ആഫ്റ്റർ ആണ്, ആഫ്റ്റർ ഈച്ച് മീൽ നമ്മൾ പറയുന്നതാണ്. ലൈക്ക് ആർസൽബ്, ചൈന, ലൈക്കോപ്പൊഡിയം, പോഡോഫിലം, അതിലൊക്കെ ആഫ്റ്റർ ദ മീൽ ദേ ആർ ഹാവിങ് ആൻഡ് ഡിസയർ ഫോർ സ്റ്റൂൾ ആണ്. എന്നാൽ വൈൽ ഈറ്റിംഗ്, ഡ്യൂറിങ് ഈറ്റ്, അതായത് ഈറ്റ് വൈൽ ഈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡയറിയ അല്ലെങ്കിൽ ഏർജിങ് ഫോർ സ്റ്റൂൾ വരുന്ന റെമഡിയാണ് ഫെർമെറ്റ്. അല്ലേ, ദ ലീവ് ദ ടേബിൾ ആണ്, ദ ലീവ് ദ ടേബിൾ ആൻഡ് പാസസ് ദ സ്റ്റൂൾ ആൻഡ് ദെൻ കം അഗൈൻ ആൻഡ് ഈറ്റ് ദ ഫുഡാണ്. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റൂൾ പാസ് ചെയ്യാൻ പോകുന്നതാണ് ഫെർമെറ്റ്. ആഫ്റ്റർ മീലാണ് ഡിസയർ ഫോർ സ്റ്റൂൾ എന്നുള്ളതാണ് ആർസാൽബ്, ചൈന, അലോസ്, ലൈക്കോപ്പൊഡിയം, പോഡോഫിലൊക്കെ വരുന്നത്. ഇനി ബിഫോർ സ്റ്റൂൾ, പിന്നെ അതിൻ്റെ ഒരു നേച്ചർ പറയണം. ഈ സ്റ്റൂളിൻ്റെ ബിഫോർ എന്താണ്? എൻ്റെ മോർ അബൌട്ട് എ റംബ്ലിങ് നേച്ചറാണ്. റംബ്ലിങ് ഉണ്ടാവും. ഈ റംബ്ലിങ് എന്ന് പറയുന്നത് അവരെ റൂമിലുള്ള ഒരാൾക്ക് വരെ കേൾക്കാൻ പറ്റുന്ന അത്രയും റംബ്ലിങ്, നോയ്സി റംബ്ലിങ് ഉണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് വയലൻറ്റ് സഡൻ ഏർജിങ് ആൻഡ് ഹെവിനെസ് ഇൻ ദ റെക്ടംസ്. ബിഫോർ സ്റ്റൂൾ ദ കണ്ടീഷൻ ഓഫ് ദ അബ്ഡമൻ ആണ്. ദ ഹാവിങ് എ ഹെവിനെസ് ഇൻ ദ റെക്ടം. റെക്ടത്തിന് നല്ല ഹെവിനെസ് ഉണ്ടാവും. അതുതന്നെ റംബ്ലിങ് നേച്ചർ ആയിരിക്കും. ദ ഹാവ് റംബ്ലിങ് നോയ്സി, വെരി റംബ്ലിങ്, ഇൻറ്റൻസ് റംബ്ലിങ് ആണ്. വയലൻറ്റ് സഡൻ ഏർജിങ്. അതുപോലെ തന്നെ അവർക്ക് ഒരു ഗർഗ്ലിംഗ് സൗണ്ട് പറയുന്നുണ്ട്. അതായത് എന്താ പറയുക, ഒരു ബംഗാളിൽ നിന്ന് വരുന്ന അതുപോലത്തെ ഉള്ള ഒരു
ഗഗ്ലിംഗ് സൗണ്ട് പറയുന്നുണ്ട്. ആൻഡ് മോർ അബൌട്ട് റംബ്ലിംഗ് ആൻഡ് ഫ്ലാറ്റസ് നമ്മൾ പറഞ്ഞു. ഫ്ലാറ്റസ് ഇസ് മോർ ദ ഫ്ലാറ്റസ് ആൻഡ് ലെസ് ദ സ്റ്റൂൾ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡ്യൂറിങ് സ്റ്റൂൾ ആണെങ്കിൽ ദേർസ് ഹാവ് ബീൻ ടെനസ്മസ് ആൻഡ് മച്ച് ഫ്ലാറ്റസ്. ഈ സ്റ്റൂൾ പോകുന്ന സമയത്ത് കൂടുതലും ഒരു ഫ്ലാറ്റസ് കൂടുതലാണ്. അപ്പോൾ ലൈക്ക് സ്പ്ലട്ടറിങ് നേച്ചർ ഉണ്ടാവും, കാരണം ഫ്ലാറ്റസ് കൂടുതലാണ്. പിന്നെ തന്നെ ടെനസ്മസ് ഹാവിങ് ടെനസ്മസ് ആൾസോ. പിന്നെ ആഫ്റ്റർ സ്റ്റൂൾ നമ്മൾ പറഞ്ഞാൽ എക്സ്ട്രീം വീക്ക്നെസ് ആൻഡ് ഭയങ്കര പെർസ്പിറേഷനും വീക്ക്നെസ് ഒക്കെയാണ് ആഫ്റ്റർ സ്റ്റൂൾ. അപ്പോൾ ആ ഒരു 3 ഫേസിലുള്ള കണ്ടീഷനാണ്. ബിഫോർ സ്റ്റൂൾ ഇറ്റ്സ് എ മോർ അബൌട്ട് ദ ഹെവിനെസ് അല്ലെങ്കിൽ കൺജഷൻ ആണ് ഉണ്ടാവുക. ഡ്യൂറിങ് സ്റ്റൂൾ ദേ ഹാവ് എ ടെനസ്മസ് ആൻഡ് മച്ച് ഫ്ലാറ്റസ് ആൻഡ് ആഫ്റ്റർ സ്റ്റൂൾ ദർ ഇസ് എ ഫെയിൻനെസ്. പിന്നെ ഹെമറോയിഡ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഇത് കൺജഷൻ ഉണ്ട്, ഹെമറോയിഡ്സ് നല്ല റെമഡിയാണ്. അലോസിസ് എ ബ്ലൂ ലൈക്ക് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് പോലത്തുള്ള ഹെമറോയിഡ്സ് ആയിരിക്കും. ആൻഡ് ദേ ഹാവിങ് കോൺസ്റ്റന്റ് വിയറിംഗ് ഡൗൺ ഇൻ റെക്ടം ആൻഡ് ഇറ്റ് ഇസ് എ ബ്ലീഡിങ് ഹെമറോയിഡ്. നമ്മൾ എസ്കുലസിന് നോൺ ബ്ലീഡിങ് ഹെമറോയിഡ് ആണ് കൂടുതലും എസ്കുലസിന് പറയുന്നത്. ബ്ലീഡിങ് ഹെമറോയിഡ്സ് ആണ് കൂടുതലും അലോസിലുള്ളത്. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് സോർനെസ് ആൻഡ് ടെൻഡർ ആൻഡ് ഇറ്റ്സ് ഹോട്ട് ആൻഡ് റിലീവ് ബൈ കോൾഡ് വാട്ടർ. കോൾഡ് വാട്ടർ ആണ് അമിലൂറേഷൻ. അലോസിന് ജനറലി കോൾഡ് അപ്ലിക്കേഷൻ ഹെഡ് ഏക്കിലാണെങ്കിലും ഹെമറോയിഡ്സിലാണെങ്കിലും കോൾഡ് അപ്ലിക്കേഷൻ ഇസ് ജനറലി അമിലൂറേഷൻ ആണ്. ആൻഡ് ദേ ഹാവ് ഇൻ ഇച്ചിങ് ബേണിംഗ് ഇൻ ഏനസ് ദാറ്റ് പ്രിവെന്റ് സ്ലീപ്പ്. അപ്പോൾ ഏനസിൻ്റെ അവിടെ ഒരു ഇച്ചിങ് ആൻഡ് ബേണിംഗ് പറയുന്നുണ്ട്. അപ്പോൾ ബ്ലീഡിങ് ആയിട്ടുള്ള ഹെമറോയിഡ്സ് ആണ് ലൈക്ക് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ബ്ലൂ ലൈക്ക് ബഞ്ച് ഓഫ് ഗ്രേപ്സ് ആൻഡ് ഇസ് റിലീവ് ബൈ കോൾഡ് വാട്ടർ. ഈക്വലി ഗ്രേറ്റ് ഇൻ ഹെമറോയിഡ്സിൽ ഈക്വലി ഗ്രേറ്റ് ആയിട്ടുള്ള മറ്റു റെമഡീസ് ആണ് മ്യൂറിയാറ്റിക് ആസിഡും ബ്രോമിയൊക്കെ. മ്യൂറിയാറ്റിക് ആസിഡിലും ഈ ബഞ്ച് ഓഫ് ഗ്രേപ്സ് പോലത്തെ അതുപോലത്തെ ഒരു ഹെമറോയിഡ്സ് ആണ് ഉള്ളത്. ആൻഡ് ഇറ്റ്സ് റിലീവ് ഫ്രം അപ്ലിക്കേഷൻ വാം വാട്ടർ. അലോസിനാണെങ്കിൽ കോൾഡ് വാട്ടർ ആണ് അമിലറേഷൻ. മ്യൂറിയാറ്റിക് ആസിഡാണെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ബൈ വാം വാട്ടർ ആണ്. പിന്നെ ബ്രോമേസിൽ പറയുന്നത് ഫയൽസ് ആർ റിലീവ് ബൈ അപ്ലിക്കേഷൻ ഓഫ് സലൈവ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ്. ഇനി നെക്സ്റ്റ് ഫീമെയിലോട്ട് പറയുകയാണെങ്കിൽ ഫീമെയിൽ മെൻസസ് ടു ഓളി ആൻഡ് ടു പ്രൊഫ്യൂസ് ആൻഡ് ഓൾ അബൌട്ട് ഇതിൻ്റെ എല്ലാവരും ഒരു ഹെമറേജിക് ടെൻഡൻസി ഉള്ള റെമഡിയാണ്. കൺജഷൻ നമ്മൾ പറഞ്ഞു, പോർട്ടൽ കൺജഷൻ അല്ലെങ്കിൽ ഒരു പാസീവ് ഊസി ഹെമറേജ് പറയുന്നുണ്ട് അലോസിൽ. ആൻഡ് അത് എപ്പിസ്റ്റാക്സ് ആയിട്ടും GIT ബ്ലീഡിങ് ആയിട്ടും തന്നെ ലുക്കോറിയയിലാണെങ്കിലും എല്ലായിടത്തും ബ്ലഡി ടിഞ്ച് പറയുന്നുണ്ട്, യൂറിനിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ഒരു പാസീവ് ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ പൈൽസ് ഒക്കെ പറഞ്ഞല്ലോ, ബ്ലീഡിങ് ആണ്. അപ്പോൾ അതുപോലത്തെ നേച്ചർ അലോസിന് ഓൾ ഇൻ ദിസ് ഇയർ റണ്ണിങ് ആണ്. പിന്നെ ഡ്യൂറിങ് മെൻസ്ട്രുവേഷൻ ദ ഹെഡ് ഏക്ക് ഉണ്ടാവും. ദാറ്റ് ഇസ് അബ്ലറേഷൻ അറിയാം, അപ്ലിക്കേഷൻ ഓഫ് കോൾഡ് വാട്ടർ. ഇയർ ഏക്ക് ഉണ്ട്, പെയിൻ സ്മോൾ ഓഫ് ബാക്ക്, പ്രസിങ് ഡൗൺ ഇൻ റെക്ടം. അതുപോലെ ഫുൾനെസ് ഇൻ പെൽവിസ് എല്ലാത്തിൻ്റെ കൂടെ വരുന്നതാണ് ഫുൾനെസ് ഇൻ പെൽവിസ്. അതുപോലെ ലുക്കോറിയ ഓഫ് ബ്ലഡി മ്യൂക്കസ് ആൻഡ് പ്രസിഡ് ബൈ കോളിക്. കോളിക്ക് പെയിൻ ഉണ്ടാവും, അതിനുശേഷം ലുക്കോറിയ വിത്ത് ബ്ലഡി മ്യൂക്കസ്, ബ്ലഡ് ഉണ്ടാവും, മ്യൂക്കസ് ഉണ്ടാവും. ഇനി ബാക്കിലാണെങ്കിൽ പെയിൻ സ്മോൾ ഓഫ് ബാക്ക്, അഗ്രവേഷൻ സിറ്റിംഗ് ഓർ വേക്കിംഗ് അറ്റ് നൈറ്റ് ആൻഡ് ഇറ്റ് ഇസ് അംബ്രോയിറ്റഡ് ബൈ മൂവിങ് അബൌട്ട്. പിന്നെ ലംബാകം ആൾട്ടർനേറ്റീവ് വിത്ത് ഹെഡ് ഏക്ക് ആണ്. ഈ ഹെഡ് ഏക്ക് എന്ന് പറയുന്ന ഒരു പീരിയോഡിക്കൽ ഹെഡ് ഏക്ക് ആണ് അലോസിന് കൂടുതലുണ്ട്. ഈ പീരിയോഡിക്കൽ ഹെഡ് ഏക്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഇസ് ആൾട്ടർനേറ്റീവ് വിത്ത് ലംബാകമാണ്. പിന്നെ ഹെഡ് ഏക്കിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഇസ് അഗ്രവേറ്റഡ് ബൈ സ്റ്റെപ്സ്, ലിറ്റിൽ സ്റ്റെപ്സ് വരെ അഗ്രവേഷൻ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് അംബ്രോയിറ്റഡ് ബൈ കോൾഡ് അപ്ലിക്കേഷൻ ആണ്. പിന്നെ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അഗ്രവേഷൻ ഫ്രം എന്താ പറയുക ഇൻഎഫിഷ്യൻറ്റ് സ്റ്റൂള് കുറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസഫിഷ്യൻറ്റ് സ്റ്റൂൾ വന്നു കഴിഞ്ഞാലും ഹെഡ് ഏക്ക് കോസ് ചെയ്യും. അപ്പം മെൻസസിനോട് റിലേറ്റ് ചെയ്തിട്ടും ഹെഡ് ഏക്ക് പറയുന്നുണ്ട്. അതിന് ബാക്കിലാണെങ്കിൽ പെയിൻ സ്മോൾ ഓഫ് ബാക്ക് ആണ്. ദ ലംബാഗോ അൾട്ടർനേറ്റീവ് വിത്ത് ഹെഡ് ഏക്ക് പറയുന്നു. അതിന് ഹെഡ് ഏക്ക് അൾട്ടർനേറ്റീവ് വിത്ത് ഡയറിയ, അതും കവർ ചെയ്യുന്നതാണ് അലോസ്. ലംബാഗോ അൾട്ടർനേറ്റീവ് വിത്ത് ഹെഡ് ഏക്ക്. പിന്നെ എക്സ്ട്രിമിറ്റീസിലാണെങ്കിൽ ഡ്രോയിങ് പെയിൻ ജോയിൻസിലൊക്കെ ഒരു ഡ്രോയിങ് പെയിൻ ആയിരിക്കും. പിന്നെ ഡെൻഹാം പറയുന്ന ആൾസോ എസ് ക്യൂർഡ് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ ആൻ ഓൾഡ് മാൻ വിത്ത് എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ് വിത്ത് ഡയറിയ. ഡെൻഹാം ക്യൂർ ചെയ്ത കേസാണ്. അവർക്ക് ഡയറിയ ഉണ്ട്, എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ് ഉണ്ട്, അതിൻ്റെ അത് തന്നെ ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ്റെ ഇൻകോണ്ടിനൻസ് ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ് ഉണ്ട്, അത് തന്നെ വിത്ത് ഡയറിയ അസോസിയേറ്റ് ചെയ്തിട്ട് അവർക്ക് എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ് ഇത് സിംറ്റംസ് ആണ് ഡെൻഹാം ക്യൂർ ചെയ്ത കേസാണ്. പിന്നെ റെസ്പിറേറ്ററി നമ്മൾ പറഞ്ഞു, കൺസെപ്ഷൻ അതിൻ്റെ പ്യുവർ ജ്യൂസ് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലത്തെ റെസ്പിറേറ്ററി അഫക്ഷൻസ്, അപ്പോൾ ഡിഫിക്കൽട്ട് റെസ്പിറേഷൻ വിത്ത് സ്റ്റിച്ചസ് ഫ്രം ലിവർ ടു ചെസ്റ്റ്, അവർക്ക് സ്റ്റിച്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ വിൻ്റർ കഫ് വിത്ത് ഇച്ചിങ് ആണ് റെസ്പിറേറ്ററിൽ മെയിനായിട്ട് പറയുന്നത്. ബ്രോങ്കൈറ്റിസ് ഉണ്ട് റെസ്പിറേറ്ററി.
പിന്നെ ജനറൽ മൊഡാലിറ്റീസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് അഗ്രവേഷൻ. ഏർലി മോർണിംഗ് ആണ്, ഏർലി മോർണിംഗ് ഡയറി ഒക്കെ ഏർലി മോർണിംഗ് ആണ്. ഡ്രൈവിംഗ് ഔട്ട് ഓഫ് ദ ബെഡ് ആൻഡ് വാണ്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ സ്പിൻഡറേനി, അതൊക്കെ പറഞ്ഞാൽ ഏർലി മോർണിംഗ് അഗ്രവേഷൻ ആണ്. സെഡൻറ്ററി ലൈഫ് ഇസ് എ പൊസേഷൻ ആൻഡ് ഹോട്ട് ഡ്രൈ വെതർ അഗ്രവേഷൻ ആണ്. ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് നമുക്കൊക്കെ വോമിറ്റിങ്ങും സ്റ്റൂളിനുള്ള ഡിസയറൊക്കെ ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആണ്. അതുപോലെ സ്റ്റാൻഡിങ് ആൻഡ് വാക്കിംഗ്, നമ്മൾ സ്റ്റാൻഡിങ് അഗ്രവേഷൻ, നമ്മൾ സൾഫർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അടുത്ത് സ്റ്റാൻഡിങ് അഗ്രവേഷൻ. അപ്പോൾ ഡയറിയ അഗ്രവേഷൻ ബൈ സ്റ്റാൻഡിങ് ആൻഡ് വാക്കിംഗ്. നമ്മൾ ബ്രയോണയിൽ പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ലിംസ് കോസസ് ഡയറിയ എന്ന് പറയുന്നത് ബ്രയോണയിലാണ്. അപ്പോൾ ഈ ബ്രയോണയിൻ്റെ ഒരു അഫക്ഷൻസും ഇതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അമ്ലോറേഷൻ എന്ന് പറയുന്നത് കോൾഡ് വാട്ടർ ആണ്. അതുപോലെ തന്നെ കോൾഡ് വെതർ അമ്ലോറേഷൻ. നമ്മൾക്ക് ഹെഡ് ഏക്ക് ആണെങ്കിലും എമിറോയിഡ്സ് ആണെങ്കിലും കോൾഡ് അപ്ലിക്കേഷൻ ആണ് അവർക്ക് അമ്ലോറേഷൻ. ആൻഡ് ഡിസ്ചാർജ് ഓഫ് ഫ്ലാറ്റസ് ആൻഡ് സ്റ്റൂളിൻ്റെ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഫ്ലാറ്റസ് ആണ് അവർക്ക് ആ ഒരു ഹെവിനെസ് അല്ലെങ്കിൽ അവർക്ക് ആ കൺജഷൻ ഫുൾനെസ് ഇൻ ദ അബ്ഡമൻ അതൊക്കെ റിലീവ് ചെയ്യുന്നത് ഈ ആഫ്റ്റർ സ്റ്റൂൾ അല്ലെങ്കിൽ ആഫ്റ്റർ ഫ്ലാറ്റസ് ആണ്. അപ്പോൾ അവരുടെ അമ്ലോറേഷൻ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഓഫ് ഫ്ലാറ്റസ് ആൻഡ് സ്റ്റൂളാണ്. ഈ റിലേഷൻഷിപ്പിൽ മെയിൻലി ദേ ലൈക്ക് സൾഫർ ആണ്. നമ്മൾ അലോസ് കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ പറഞ്ഞത് സൾഫർ ആണ്. ഇറ്റ് ഇസ് മെനി ക്രോണിക് ഡിസീസിലും ഈ സൾഫറിന് ഇതുപോലത്തെ ഒരു കൺജഷൻ ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അബ്ഡമിനൽ പ്ലത്തോറ ആൻഡ് കൺജഷൻ, വീനസ് കൺജഷനിൽ സൾഫർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു പോർട്ടൽ സർക്കുലേഷനിൽ നിന്നാണ് കൺജഷൻ. അത് തന്നെ സപ്രസ്ഡ് ഇറപ്ഷൻസ് നിന്നാണ്. അപ്പോൾ ഒരു ആൻറ്റിസോറിക് ആണ് സൾഫർ. അതുപോലെ തന്നെ അലോസും ആൻറ്റിസോറിക് ആണ്. മച്ച് മോർ ഡീപ്പർ ആക്ഷൻ എന്ന് പറയുന്നത് സൾഫർ ആണ്. അപ്പോൾ അതൊരു ക്രോണിക് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് അലോസിനേഷൻ സൾഫർ. പിന്നെ ആൻറ്റിഡോട്ട് ടു അലോ എന്ന് പറയുന്നത് സൾഫർ പറയുന്നുണ്ട്. മസ്റ്റാർഡ് ആൻഡ് കാൻഫർ റിലീസ് ഫോർ വൈൽ ആൻഡ് നക്സോമിക് ആൻഡ് ലൈക്കോപോഡിയ റിലീവ്. ഇയറേക്കിന് ഒരു അമ്ലോറേഷൻ പറയുന്നത് നക്സോമിക് ആൻഡ് ലൈക്കോപോഡിയ ആണ്. താങ്ക് യു.